അത് പലതും ഇങ്ങനത്തെ പല സംഭവങ്ങളുണ്ടാവുമ്പോഴും നമ്മൾ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ നമ്മൾ അവരെ മുന്നിൽ വിഷയങ്ങൾ അവതരിപ്പിക്കലുണ്ട്. അതിലൊക്കെ പലതിനും അയാൾ അനുകൂലമായ നിലക്ക് അനുഭാവപൂർവമായി അത് കണക്കിലെടുക്കുകയും പരിഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതും ചെയ്യും എന്നുള്ളതാണ് നമ്മളെ പ്രതീക്ഷയും പ്രത്യാശയൊക്കെ. അതെ അതന്നെ പറയേണ്ടത്. അതിപ്പോൾ അങ്ങനെ പറഞ്ഞല്ലോ. അത് മുഖ്യമന്ത്രിനോട് നമ്മൾ പറയലുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അത് അനുഭാവം സ്വീകരിച്ച് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് അതിനെപ്പറ്റി ചിന്തിച്ച് നല്ല മറുപടിയാണ് മൂപ്പരിൽ നിന്നുണ്ടാവല്, പരിഹാരങ്ങളുണ്ടാവലുണ്ട്. അതുപോലെ ഇതുണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വലിയ പ്രശംസ സംസ്ഥക്ക് മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, പ്രതിപക്ഷ നേതാവ് രണ്ടാളും പ്രശംസിച്ചു. അത് എല്ലാവരും പ്രശംസിക്കുമല്ലോ. അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ പരിപാടി വന്നതൊക്കെ. സമസ്ത അങ്ങനെ രാഷ്ട്രീയമായിട്ട് ആർക്കും പിന്തുണ കൊടുക്കാറില്ലല്ലോ. സമസ്തയുള്ള വ്യക്തികൾ അവരെ ഇതനുസരിച്ച് ഓരോരുത്തരും വോട്ട് ചെയ്യാം. നമ്മളതിലാരും അങ്ങനെ നമ്മൾ പറയാറില്ല. അല്ല, അതൊന്നും ഇപ്പം അത്ര ചിക്കി കുത്തി ചോദിക്കേണ്ട സംഗതിയല്ലല്ലോ. അത് സ്വകാര്യമായിട്ടുള്ള വോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ സ്വകാര്യമായിട്ടല്ലേ. നമ്മൾ 4 ആളെ കുട്ടികൾ വോട്ട് ചെയ്യില്ലല്ലോ. വളരെ മറച്ച് ഒരു മറൻ്റെ ഉള്ളിൽ പോയി സ്വകാര്യമായിട്ട് നമ്മളെ അവകാശം നമ്മൾ നിർവഹിച്ചു പോരുന്നു. നമ്മളിപ്പോൾ ഒരു ദൂരത്തും ഇല്ല. നിലമ്പൂർ നമ്മൾ തമ്മിൽ കുറേ ദൂരമുണ്ട്. ഇപ്പോൾ ആ ദൂരമുള്ളൂ. പിന്നെ ഞാൻ നിലമ്പൂരെ വോട്ടറോ പിന്നെ വോട്ടർ പട്ടിക പേരിലുള്ള ആളൊന്നുമല്ലല്ലോ. എൻ്റെ മണ്ഡലം വേറെയാണ്. അപ്പോൾ അതവിടെ 2 ശക്തമായ മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ്. അത്രേ പേരെ പറ്റി പറയുള്ളൂ. അതിപ്പോൾ അങ്ങനെ ചിത്രത്തിലുണ്ടോ? ഇത്തരത്തിലുള്ള 2 മുന്നണി നേതാക്കന്മാരെ പറഞ്ഞില്ലേ. LDF നേതാക്കന്മാരും പറഞ്ഞു, പിന്നെ UDF നേതാക്കന്മാരും പറഞ്ഞത് ശക്തമായ 2 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം. അങ്ങനെ അവർ പോരാടട്ടെ. മനസ്സിലായില്ലേ? നന്മ ചെയ്യണവരോടൊക്കെ നമുക്ക് നല്ല നിലക്ക് നിൽക്കണമല്ലോ. എല്ലാവരും നമ്മളെല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നന്മയാണ്. UDF നിന്നും LDF നിന്നൊക്കെ. അത് ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് പറഞ്ഞല്ലോ. എന്നായിക്കോട്ടെ, നീ കഴിഞ്ഞല്ലോ. അപ്പം അത് മാറ്റും എന്നുള്ളൊരു പ്രത്യാശ നമുക്കുണ്ട്. കാരണം അങ്ങനത്തെ സംഗതികളൊക്കെ അത് ഇപ്പോൾ ചെയ്തോളണമെന്നില്ലല്ലോ. ഇപ്പം തെരഞ്ഞെടുപ്പ് സമയമല്ലേ. അല്ല, മദ്രസ സമയത്തിന് ചെറിയ നിലക്ക് ബാധിക്കും. അത് ഇന്നലെ പറഞ്ഞല്ലോ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ ഇതേമാതിരിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അയാളതിൽ വളരെയധികം സശ്രദ്ധം അത് കേട്ട് ചിന്തിച്ച് നല്ല തീരുമാനങ്ങളൊക്കെ പല കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുപോലെ ഇതിനും ആ നിലക്ക് മൂപ്പർ ചെയ്യുമെന്നാണ് നമ്മളെ പ്രത്യാശ. അത് മൂപ്പരോടൊന്നും അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ മുൻകാലങ്ങളിലൊക്കെ കുറച്ചുകൂടെ കൃത്യമായ നിലപാടുകൾ എടുക്കാൻ ഈ ജമായത്ത് എന്നുള്ളത് പിടിയും. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഒരു പ്രത്യക്ഷ രാഷ്ട്രീയത്തിന് ആർക്കും സഹായകരമായ നിലപാട് എടുക്കണ്ടെന്നുള്ളൊരു തീരുമാനം സംസ്ഥക്ക് ഉണ്ടാവുന്നു. സമസ്ത ഇപ്പം അതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? നമ്മുടെ ജമായത്തേരെ ഒപ്പം കൂട്ടിയതിനെ പറ്റി, അല്ലെങ്കിൽ വേറെ ഹിന്ദു മഹാസഭനെ ഒപ്പം കൂട്ടിയ മറ്റൊരു കൂടി ഇതിനെ പറ്റിയൊന്നും സമസ്ത അഭിപ്രായം പറയണമില്ല. അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. അത്തരം കക്ഷികൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ഒരു പ്രശ്നമല്ലേ? അല്ല, അതൊന്നും ഇപ്പം എന്നോട് ചോദിച്ചിട്ട് പിന്നെ തങ്ങളതിന് കുഴപ്പമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് തങ്ങളതിനെതിരേന്ന് പറയും. മനസ്സിലായില്ലേ? അങ്ങനത്തെ വർത്താനൊന്നും പറഞ്ഞു. ഒന്നിനെതിരല്ല ഞാൻ. ഇനിയിപ്പോൾ നിങ്ങളെന്താ പറഞ്ഞെന്നാവോ? ഞാൻ പറയാത്തത് അതിന് വിദ്യാർത്ഥമുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വിദൂരമായ വിദ്യാർത്ഥമുള്ളത് വരെ പറഞ്ഞിട്ടില്ല. അല്ല, അത് നിങ്ങളൊക്കെ കണ്ടുപിടിക്കണം. നിങ്ങളെ പണിയാന്നുള്ളത് ഈ ഭൂതകണ്ണാടി ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ വെച്ച് നോക്കുന്നുണ്ടല്ലോ. നമ്മളെ പണിയതല്ല. നമ്മളിവിടെ വന്ന് നോക്കി വലിയ ഗ്രന്ഥാലയമുണ്ട്. അവിടെയുള്ള ഗ്രന്ഥങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് എൻ്റെ പണി. ആരെയും പിന്നെ മതവിധി ചോദിക്കാൻ വന്നാൽ അത് പറഞ്ഞു കൊടുക്കുക.
അതൊക്കെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ആ വളച്ചൊടിക്കാൻ നിങ്ങൾക്കും പറ്റുന്ന രീതിയിൽ- പഠിക്കാൻ വന്നോളി. അല്ല, വളച്ചൊടിക്കാൻ പറ്റുന്ന രീതിയിൽ അത് വളച്ചൊടിക്കാൻ പറ്റിയത് പറയാം.